വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ളോഗ്സ്. ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഉണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഗസ്റ്റും ഉണ്ട് കേട്ടോ. ആരാണ് ഗസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അനിയത്തിയും അനിയനും അവൻ്റെ വൈഫും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇന്നലെ രാത്രി എത്തിയത് കേട്ടോ. ഒരു 1 മണിയൊക്കെ കഴിഞ്ഞു, 1-2 മണി സമയത്ത് എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ രാവിലെ കുഞ്ഞുകുട്ടീസുകൾ രണ്ടും കൂടെ രാവിലെ കളിയാണ്. അവൾക്കാണെങ്കിൽ പടം വരയ്ക്കണം, കളർ ചെയ്യണം, അവന് കളിക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കിച്ചണൊക്കെ രാവിലെ തന്നെ രാത്രിയിലൊക്കെ അവരൊന്ന് കുറേ നേരത്തെ കിടപ്പുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ കിച്ചൺ യൂസ് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഒക്കെ തന്നെ കിടപ്പുണ്ട്. രാവിലെ എന്തായാലും പാലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടി വന്നതിനോട് ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. നമുക്കിനി അവൻ വിളിക്കുന്നു. അവൻ കുറേ നേരമായിട്ട് ആളെ വിളിക്കുന്നുണ്ട് കേട്ടോ, പെട്ടി പൊട്ടിക്കാൻ. അങ്ങനെ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് തരുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് ഓരോരുത്തർക്കുള്ള സാധനങ്ങളൊക്കെ വീതം വയ്ക്കുന്നുണ്ട്. ഇത് കുഞ്ഞാറ്റക്കുട്ടിയാണ് കേട്ടോ പറഞ്ഞത്. അവളുടെ മുടിയുണ്ടല്ലോ, ലെങ്തി ആയിട്ടുള്ള മുടിയായിട്ട് സ്കൂളിലൊന്നും പോകുമ്പോഴല്ല കേട്ടോ, അല്ലാതെ എവിടെയെങ്കിലും പോകുമ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാനൊന്നും പറ്റത്തില്ലേ കുളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് എനിക്ക് അവിടുന്ന് കൊണ്ടുവന്ന ഈസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അത് അടിപൊളിയാണ്. യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എനിക്കത് ഉപയോഗിച്ചിട്ട് നാട്ടിൽ ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ തീരെ പറ്റുന്നില്ല. അപ്പോൾ ക്രയോൺസൊക്കെ കുട്ടീസിന് കൊടുക്കുന്നുണ്ട്, സെൻറ്റ്, അങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. കിട്ടിയ പാടെ തന്നെ അവർ ആ ക്രയോൺസും പെൻസിലൊക്കെ കൊണ്ടിട്ട് നിരത്തി കഴിയായിരുന്നു കേട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കുറേ വേദന സംഹാരികളുണ്ടായിരുന്നു. മൂവ്, പിന്നെന്താണ് ആക്സോയിൽ, ടേക്കർ ബാം, പിന്നെ ഫാസ്റ്റ് ലീഫ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഷാമ്പൂ പൗഡർ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിലൊരു ലോക്ക് ആൻഡ് ലിയോ നട്ട്സ്, അതൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വിജയദശമി ആയിരുന്നല്ലോ, പൂജയ്ക്ക് വെച്ചതൊക്കെ എടുക്കണമായിരുന്നല്ലോ. അപ്പം ഞാനവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് അനിയത്തിയാണ് കേട്ടോ ഇത് നോക്കുന്നത്. അപ്പോൾ ഉണ്ട് അവരതാ അവിടെ ഹരിശ്രീ ഗണപതായി നമ്മയൊക്കെ എഴുതി പുസ്തകം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി എടുത്ത് നെറ്റി വെച്ചൊന്നും കൂടെ ഉണ്ടാവും. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ചമ്മന്തി, ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയില്ല. അതിനിടയ്ക്ക് കൂടെ മുളക് കണ്ടപ്പോൾ നാത്തൂന് മുളക് ചമ്മന്തി ഉണ്ടാക്കണം, ഓളം മുളക് ചമ്മന്തി ഉണ്ടാക്കിയത് എല്ലാവരും പഴങ്കഞ്ഞി കുടിക്കാൻ പറഞ്ഞു. ഈ നാത്തൂൻ പോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഓളം മുളക് പൊട്ടിച്ചു, എല്ലാവരും പഴങ്കഞ്ഞി കുടിച്ചു. എൻ്റെ ഇഡ്ഡലിയും ദോശയും സാമ്പാറും അവിടെ ഇരുന്നു. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മന്തിയായിരുന്നു കേട്ടോ. കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, തിരക്കൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ മന്തി ഉണ്ടാക്കി ലാസ്റ്റ് ഭാഗമായപ്പോഴാണ് ഞാൻ നോക്കി, അയ്യോ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അത് നമ്മൾ ആ ഫോഗിയനൊക്കെ വെച്ച് അങ്ങോട്ടൊരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി. ശരിക്കും മന്തി കഴിച്ച സമയം ഏതാണ്ട് ഒരു 3 മണിയായി കേട്ടോ. നമ്മളെല്ലാം ലേറ്റായിട്ട് ചെയ്തത്. ഇന്നലെ അവർ രാത്രി വന്നിട്ട് ലേറ്റായിട്ടൊക്കെയാണ്. പിന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർ കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ വർഷം ഇതെനിക്ക് അറിയാമായിരുന്നു, ഇതെൻ്റെ ബർത്ത്ഡേ ഡേറ്റിൻ്റെ അന്ന് തന്നെ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഇവർ വന്നിട്ട് പോകുന്നതാണ് ഒക്ടോബർ 1-നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ കേക്ക് അന്ന് കട്ട് ചെയ്തത്. ഞാനിവിടെ ഇങ്ങനെ അടിച്ചു വാരി തുടച്ചുകൊണ്ട് നിൽപ്പുണ്ട് ഇവന് കേക്കുമായിട്ടൊക്കെ വന്നിട്ടോ. അതെനിക്ക് ഭയങ്കര സർപ്രൈസാണ്. എൻ്റെ കയ്യിൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാനത് എഡിറ്റ് ചെയ്യാൻ താമസിച്ചിട്ട് പിന്നെ ഇട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇന്നും ഞാൻ ആ വീഡിയോ സൂക്ഷിച്ചു. പക്ഷേ ഇതെനിക്ക് ഉറപ്പായിരുന്നു, എന്തായാലും ബർത്ത്ഡേ ദിവസം അവരവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഇവിടെ കുട്ടീസൊക്കെ ഇതിനൊക്കെ അടിയും കടിയൊക്കെ കൂടിയിട്ട് അവരതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. എന്നാലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ, അടിച്ച് പൊളിച്ച്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ ദിവസം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയെ മിസ് ചെയ്തു, രേഷേട്ടനെ ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11-ാമത്തെ വർഷമാണ്. ഇത്രയും നാളത്തെ ബർത്ത്ഡേക്ക് രേഷേട്ടൻ കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രേഷേട്ടനെ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യൂലേ.